ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു ടോപ്പേഴ്സ് വേൾഡ്. ഇന്നത്തെ നമ്മുടെ ക്ലാസ് 6ാം ക്ലാസ്സിലെ ബേസിക് സയൻസിൻ്റെ ഫുഡ് ഫോർ ഹെൽത്ത് എന്നുള്ള ചാപ്റ്ററാണ്. പുതിയ ടെക്സ്റ്റ് ബുക്കാണ്. നമ്മുടെ പാർട്ട് 2 ആണ് ഈ പോർഷൻ. നമ്മൾ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്, അത് കാണാത്തവരുണ്ടെങ്കിൽ കാണണം. ബേസിക് സയൻസിൻ്റെ ഫസ്റ്റിലേക്ക് നമുക്ക് കടക്കാം. Osteoporosis. Osteoporosis is the condition in which bones become soft and brittle due to the decrease in density of minerals in the bones. This may lead to weakness of bones and fracture. Osteoporosis എന്ന് പറയുന്ന കണ്ടീഷൻ നമ്മുടെ എല്ലുകൾ ഭയങ്കര സോഫ്റ്റ് ആവും, ഒടിയാൻ തുടങ്ങും. എന്താ കാരണം വെച്ചാൽ ബോൺസിന് ആവശ്യം ഉള്ള മിനറൽസ് കിട്ടാണ്ട് വരും, ഡെൻസിറ്റി ഓഫ് മിനറൽസ് കുറയാൻ തുടങ്ങും. ഇത് നമ്മുടെ ബോൺസ് ഭയങ്കരമായിട്ട്, എല്ലുകൾ ഭയങ്കരമായിട്ട് ബലം ഇല്ലാണ്ടാവും, ഫ്രാക്ചറിനൊക്കെ കാരണമാകും. അടുത്തത് ഗോയിറ്റർ. സിമ്പിൾ ഗോയിറ്റർ ഇസ് ദ കണ്ടീഷൻ ഇൻ വിച്ച് ദ തൈറോയ്ഡ് ഗ്ലാൻഡ് സിറ്റുവേറ്റഡ് ഇൻ ദ ത്രോട്ട് ബിക്കംസ് എൻലാർജ്ഡ് ഡ്യൂ ടു ദ ലാക്ക് ഓഫ് അയഡിൻ ഇൻ അവർ ഡയറ്റ്. അയഡിൻ ഈസ് എസെൻഷ്യൽ ഫോർ ദ പ്രൊഡക്ഷൻ ഓഫ് ഹോർമോൺസ് ബൈ ദ തൈറോയ്ഡ് ഗ്ലാൻഡ്. അപ്പോൾ ഗോയിറ്റർ എന്ന് പറയുന്ന കണ്ടീഷൻ എന്താണ്? നമ്മുടെ തൈറോയ്ഡ് ഗ്ലാൻഡ്, നമ്മുടെ തൊണ്ടയിൽ, ത്രോട്ടിലാണ് ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് ഉള്ളത്. ഈ തൈറോയ്ഡ് ഗ്ലാൻഡ് വളർന്ന് വീങ്ങി വളരെ വലുതായിട്ട് മാറും. അതിന് റീസൺ നമ്മുടെ ശരീരത്തിൽ അയഡിൻ്റെ അഭാവമാണ് കേട്ടോ. ലാക്ക് ഓഫ് അയഡിൻ ആണ് ഇതിന് കാരണം. നമ്മുടെ ശരീരത്തിൽ തൈറോയ്ഡ് ഗ്ലാൻഡിൻ്റെ പ്രൊഡക്ഷൻ ആവശ്യമായ ഒരു ഹോർമോണാണ് അയഡിൻ. ഹോർമോൺ പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരു സംഭവമാണ് അയഡിൻ എന്ന് പറയുന്നത്. ഓക്കെ, കമ്പോണൻസ് അതർ ദാൻ ന്യൂട്രിയൻസ്. ഇനി നമുക്ക് ന്യൂട്രിയൻസ് അല്ലാണ്ട് എന്തൊക്കെ വേണം? ജസ്റ്റ് ലൈക്ക് ന്യൂട്രിയൻസ്, there are certain other components that are required for our health. എന്തൊക്കെയാണ് നമുക്ക് ഈ ന്യൂട്രിയൻസ് അല്ലാണ്ട് നമ്മുടെ ശരീരത്തിന് വേണ്ട എന്താ ചോദിച്ചാൽ ഫൈബേഴ്സ് ആണ് കേട്ടോ, നാരുകൾ. ഫൈബേഴ്സ് ആർ ദ സെല്ലുലോസ് ഒബ്റ്റൈൻഡ് ഫ്രം പ്ലാന്റ് ബേസ്ഡ് ഫുഡ് വിച്ച് കാൺ ബി ഡൈജസ്റ്റഡ് ബൈ അവർ ബോഡി. ഇതെന്ന് പറയുന്നത് പ്ലാന്റ് ബേസ്ഡ് ഫുഡിൽ നിന്ന് ലഭിക്കുന്നതാണ്, നാരുവർഗ്ഗങ്ങളാണ്. നമ്മുടെ ശരീരത്തിന് ഇതിനെ ദഹിപ്പിക്കാൻ സാധിക്കില്ല കേട്ടോ. നാരുകൾ ഒരിക്കലും നമ്മുടെ ശരീരം ഡൈജസ്റ്റ് ചെയ്യില്ല. ഫൈബേഴ്സ് ആർ നോട്ട് ന്യൂട്രിയൻ കമ്പോണൻസ്. ഫൈബേഴ്സ് ഒരിക്കലും ഈ ആയിട്ടുള്ളൊരു സംഭവമല്ല, ന്യൂട്രിയൻ കമ്പോണൻ്റ് അല്ല. ഹവർ ഫൈബേഴ്സ് ഫെസിലിറ്റേറ്റ് ഡൈജഷൻ ആൻഡ് ഇജഷൻ ഓഫ് ഫീസസ് ത്രൂ ദി ലാർജ് ഇൻറ്റസ്റ്റൈൻ. ദഹനത്തിനും ഇജഷനും ഒക്കെ ഭയങ്കരമായിട്ട് സഹായിക്കും. സീരിയൽസ് വിത്ത് ബ്രാൻ, ലീഫി വെജിറ്റബിൾസ്, ബനാന സ്റ്റെം, ബനാന ഫ്ലവർ എക്സെട്ര കണ്ടെയ്ൻ ഫൈബേഴ്സ് ഇൻ അബണ്ടൻസ്. അപ്പോൾ നമുക്ക് അറിയാം, എന്താ പറയുക, തവിടരിയില്ല, അങ്ങനത്തെ അരി, അതുപോലെ തന്നെ ലീഫി വെജിറ്റബിൾസിൽ, പിന്നെ അതുപോലെ തന്നെ നോർമൽ വെജിറ്റബിൾസിൽ, പിന്നെ വാഴപ്പിണ്ടി, അതുപോലെ തന്നെ വാഴയുടെ പൂവ്, ഇതിലൊക്കെ നമുക്ക് ഫൈബർ കണ്ടൻറ്റ് ഉണ്ടാവുമെന്നാണ് ഇവർ പറയുന്നത് കേട്ടോ. നെക്സ്റ്റ്, ഇവിടെ 2 പിക്ചർ നമുക്ക് കൊടുത്തിട്ടുണ്ട്, മാംഗോൻ്റെയും മാംഗോ ജ്യൂസിൻ്റെയും. ഇതിൽ ഏതിൽ നിന്നാണ് നമുക്ക് ഫൈബേഴ്സ് കിട്ടുക എന്ന് ചോദിച്ചിട്ടുണ്ട് അവർ. വിച്ച് ഹാസ് മോർ ഫൈബർ? മാംഗോയിൽ തന്നെയാണ്. മാംഗോ നമ്മൾ ജ്യൂസാക്കിയാൽ അതിൽ നിന്ന് നമുക്ക് നാരുകളെല്ലാം മാറ്റേണ്ടി വരും, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് ഫൈബർ കിട്ടില്ല. അപ്പോൾ ഇത് ഏത് രീതിയിൽ കൺസ്യൂം ചെയ്യുന്നതാണ് നല്ലതെന്ന് ചോദിച്ചാൽ മാംഗോ ആയിട്ട് തന്നെ കഴിക്കുന്നതാണ് നല്ലത്. നെക്സ്റ്റ് ആണ് വാട്ടർ. ഡോണ്ട് യു നോ ദാറ്റ് അബൌട്ട് 70% ഓഫ് അവർ ബോഡി ഈസ് കംപ്രൈസ്ഡ് ഓഫ് വാട്ടർ. നമ്മുടെ ശരീരത്തിൻ്റെ 70% ഉണ്ടാക്കിയിരിക്കുന്നത് 70% ഓഫ് വാട്ടർ ആണുള്ളത്. വാട്ടർ ഇസ് എസെൻഷ്യൽ ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് ഡൈജഷൻ, സർക്കുലേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. വെള്ളം നമ്മളുടെ എല്ലാ ശാരീരിക ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസിനും ആവശ്യമാണ്. വാട്ടർ ഇസ് ലോസ്റ്റ് ഫ്രം ദ ബോഡി ത്രൂ യൂറിൻ ആൻഡ് സ്വെറ്റ്. വെള്ളം നമ്മുടെ ശരീരത്തിൽ നിന്ന് യൂറിനായിട്ടും വേർപ്പായിട്ടും നഷ്ടപ്പെടുന്നുണ്ട്. സോ വി മസ്റ്റ് ഡ്രിങ്ക് പ്ലെന്റി ഓഫ് പ്യുവർ വാട്ടർ. ഈ നഷ്ടപ്പെടുന്നതിനനുസരിച്ച് നമ്മൾ വെള്ളം കുടിച്ചുകൊണ്ടേയിരിക്കണം. ചിൽഡ്രൻ ഷുഡ് അറ്റ്ലീസ്റ്റ് ഡ്രിങ്ക് 10 to 12 ഗ്ലാസസ് ഓഫ് വാട്ടർ എ ഡേ. കുട്ടികൾ ഒരു ദിവസം 10 മുതൽ 12 ഗ്ലാസ് വെള്ളം വരെ കുടിക്കണം. വെജിറ്റബിൾസ് ലൈക്ക് ടൊമാറ്റോ, കുക്കുംബർ, വാട്ടർ മെലോൺ എക്സെട്ര കണ്ടെയ്ൻ പ്ലെന്റി ഓഫ് വാട്ടർ. വോണ്ട് യു ഇൻക്ലൂഡ് ദം ഇൻ ഫുഡ്? അപ്പോൾ ഈ പറയുന്ന ടൊമാറ്റോയിലും കുക്കുംബർ, വാട്ടർ മെലോണിലൊക്കെ ഒരുപാട് വെള്ളത്തിൻ്റെ കണ്ടന്റ് ഉണ്ടാവും. നെക്സ്റ്റ് ആണ് ബാലൻസ്ഡ് ഡയറ്റ്. ഇൻ ഓർഡർ ടു മെയിൻറ്റെയിൻ ഹെൽത്ത് വി ഷുഡ് ഫോളോ എ ഡയറ്റ് വിച്ച് ഇൻക്ലൂഡ് പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വൈറ്റമിൻസ് ആൻഡ് മിനറൽസ് ഇൻ അപ്രോപ്രിയേറ്റ് ക്വാണ്ടിറ്റി. അപ്പോൾ നമ്മുടെ ശരീരത്തിൽ നമുക്കൊരു സമീകൃത ആഹാരം, ബാലൻസ്ഡ് ഡയറ്റ് ഫോളോ ചെയ്യണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ആഹാരത്തിൽ പ്രോട്ടീൻ, കാർബോഹൈഡ്രേറ്റ്, ഫാറ്റ്, വൈറ്റമിൻ, മിനറൽസ് എല്ലാം അടങ്ങിയിട്ടുള്ളത് കഴിക്കണം. സച്ച് എ ഡയറ്റ് ഈസ് കാൾഡ് ബാലൻസ്ഡ് ഡയറ്റ്. അങ്ങനെയുള്ള ഡയറ്റാണ് ബാലൻസ്ഡ് ഡയറ്റ്. Is there a single food item we discussed earlier that contain all the nutrients in adequate quantity? നമ്മൾ മുമ്പ് പറഞ്ഞതിൽ എവിടെയെങ്കിലും ഇതെല്ലാം ഉള്ള ഒരു ഫുഡിനെ കുറിച്ച് നമ്മൾ പറഞ്ഞിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. ഇല്ല, നമ്മൾ അങ്ങനെ ഒന്നിനെ കുറിച്ചും പറഞ്ഞിട്ടില്ല.
ഇനി നമ്മൾ ഇത്രയും പഠിച്ചതിന് ശേഷം നമ്മൾ ന്യൂട്രിയൻസിനെ കുറിച്ച്, മിനറൽസ്, വൈറ്റമിൻസിനെ കുറിച്ചൊക്കെ അറിഞ്ഞു. ഇനി നമുക്ക് എന്തൊക്കെ മാറ്റങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ്, ലഞ്ച്, ഡിന്നറിൽ വരുത്താം എന്നാണ്. നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് മിൽക്ക്, ഓട്സ്, എഗ്ഗ്, ബനാന, ദോശ, ഇഡ്ഡലി ഇങ്ങനെ ഉൾപ്പെടുത്താം കേട്ടോ. ദോശ, ഇഡ്ഡലിയൊക്കെ കഴിക്കുന്നവരാണെങ്കിൽ കൂടെ പാലോ മുട്ടയൊക്കെ ഉൾപ്പെടുത്തി നമുക്ക് കഴിക്കാം. അതുപോലെ ലഞ്ചിനാണെങ്കിൽ നമുക്ക് റൈസ്, വെജിറ്റബിൾസ്, ചിക്കൻ, പനീർ, യോഗട്ട് എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൊരു ലഞ്ച് ആവാം. ഐറ്റംസ് ടു ബി ഇൻക്ലൂഡഡ് ഇൻ ഡിന്നർ: വീറ്റ്, ഗോതമ്പ് അടങ്ങിയ എന്തെങ്കിലും ഫുഡ് ഐറ്റംസ്, നട്ട്സ്, സാലഡ്, റൈസ് ഒക്കെ ആവാം. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക. ഇവിടെ മൈ ഫുഡ് പ്ലേറ്റ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. അതായത് ഒരു ദിവസം നമ്മൾ ഇത്ര ഗ്രാം കഴിച്ചിരിക്കണം എന്നുള്ളതിൻ്റെ ചാർട്ടാണ് കേട്ടോ. Prepare a food chart for a day including all the nutrients as per your food habit and exhibit it in your home and class. അപ്പോൾ ഇവിടെ നമ്മൾ കാർബോഹൈഡ്രേറ്റ് അടങ്ങിയ ഫുഡ് ഏതൊക്കെയാണ് നമുക്ക് നോക്കാം. അതൊരു ഫുഡ് ചാർട്ടാണ്. ബനാന, ഓട്സ്, ബാർലിയിലെല്ലാം കാർബോഹൈഡ്രേറ്റ് ഉണ്ട്. അടുത്തത് ഫാറ്റ് ആണെങ്കിൽ ഗീ, ഫിഷ്, പിന്നെ കോക്കനട്ട് ഓയിൽ, അവക്കാഡോ. വൈറ്റമിൻ ആണെങ്കിൽ ഗൂസ്ബെറി, പപ്പായ, ക്യാരറ്റ്, ലെമൺ. മിനറൽസ് ആണെങ്കിൽ ലീഫ് വെജിറ്റബിൾ, ബീൻസ്, ക്യാബേജ്, കാഷ്യൂ നട്ട്. പ്രോട്ടീൻ ആണെങ്കിൽ ഗ്രീൻ ഗ്രാം, മീറ്റ്, സീ ഫുഡ്, ഗ്രൗണ്ട് നട്ട്, എഗ്ഗില്, അങ്ങനെ എല്ലാത്തിലും പ്രോട്ടീൻസ് ഉണ്ട് കേട്ടോ. ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ട് നമ്മൾ കഴിക്കുക എന്നുള്ളതാണ് ഇവിടെയും ഉദ്ദേശിക്കുന്നത്. ലഞ്ച് ആൻഡ് ഇറ്റ്സ് കലോറി. ഇവിടെ നിങ്ങൾക്ക് ഒരു ബോക്സ് തന്നിട്ടുണ്ട്. നിങ്ങൾ സ്കൂളിലൊക്കെ ലഞ്ച് പല സ്കൂളുകളിലും ഉച്ചഭക്ഷണമൊക്കെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആ ഉച്ചഭക്ഷണത്തിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് ഉണ്ടോ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഡിഡ് യു നോട്ടീസ് ദ ഫുഡ് ഐറ്റംസ് ആൻഡ് ദർ ന്യൂട്രിയൻസ് ഫോർ ഈച്ച് ഡേ? ഹാവൻറ്റ് യു അണ്ടർസ്റ്റുഡ് ദാറ്റ് ദ മെനു ഫോർ noon meal in schools is prepared to ensure a balanced diet for every child? Monday, Tuesday, Wednesday, Thursday, Friday എന്തൊക്കെ ഫുഡ് ഐറ്റംസ് ഇൻക്ലൂഡ് ചെയ്യണം, അതിൽ എന്തൊക്കെ ന്യൂട്രിയൻസ് വരുന്നുണ്ട് എന്നുള്ളത് നിങ്ങളുടെ സ്കൂളിൽ noon meals കൊടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങളത് അന്വേഷിച്ച് എഴുതുക കേട്ടോ. നെക്സ്റ്റ്, കാലോറി. Calorie is the unit that measures the amount of energy in food items. അപ്പോൾ നമ്മൾ കഴിക്കുന്ന ഫുഡ് ഐറ്റത്തിൽ നിന്ന് നമുക്ക് കിട്ടുന്ന എനർജീനെ നമ്മൾ അളക്കുന്നത് എന്തിലാണ്? കലോറിയിലാണ്. എനർജി ഈസ് റിക്വയർഡ് ഫോർ ഫിസിയോളജിക്കൽ ആക്ടിവിറ്റീസ് ലൈക്ക് റെസ്പിറേഷൻ, സർക്കുലേഷൻ, എക്സെട്ര. നമ്മളുടെ ശ്വസനത്തിനും ബ്ലഡ് സർക്കുലേഷനും എല്ലാത്തിനും എനർജി വേണം. എ മാൻ എൻഗേജ്ഡ് ഇൻ ഫിസിക്കൽ ആക്ടിവിറ്റീസ് റിക്വയർസ് അബൌട്ട് 1900 to 2400 കലോറീസ് ഓഫ് എനർജി പെർ ഡേ. അപ്പോൾ ഒരു പുരുഷന് 1900 to 2400 കലോറി എനർജിയാണ് ഒരു ദിവസം വേണ്ടത്. ഒരു സ്ത്രീക്കാണെങ്കിലോ എ വിമൺ ഹാവിംഗ് ഫിസിക്കൽ ആക്ടിവിറ്റീസ് നീഡ്സ് അബൌട്ട് 1600 to 2000 കലോറീസ് ഓഫ് എനർജി പെർ ഡേ. ഒരു ലേഡിക്ക്, ഒരു വിമണിന് ഒരു ദിവസം വേണ്ട കലോറി 1600 to 2000 വേണം. പിന്നെ എ ഗ്രോൺ അപ്പ് ചൈൽഡ് നീഡ്സ് ആൻ ആവറേജ് ഓഫ് 1200 to 1400 കലോറീസ് ഓഫ് എനർജി പെർ ഡേ. പിന്നെ ഒരു കുട്ടിക്ക്, ഒരു വളർന്നുകൊണ്ടിരിക്കുന്ന ഗ്രോൺ അപ്പ് ചൈൽഡിന് വേണ്ടത് 1200 to 1400 കലോറിയാണ് ഒരു ദിവസം. A child gets about 750 calories of energy from noon meal. ഒരു കുട്ടിക്ക് ഉച്ചഭക്ഷണത്തിൽ നിന്ന് എന്ത് കിട്ടുന്നുണ്ടെന്നാണ് പറയുന്നത്? 750 കലോറിയാണ് കിട്ടുന്നത് എന്നാണ് പറയുന്നത്. മേക്ക് ഇറ്റ് ഷുവർ, സ്കൂളിൽ noon meal നിന്നായിരിക്കും. മേക്ക് ഇറ്റ് ഷുവർ ടു ഗെറ്റ് ദ റിമൈനിങ് എമൗണ്ട് ഓഫ് കലോറീസ് ഫ്രം ദ ഫുഡ് ഐറ്റംസ് യു ഈറ്റ് അറ്റ് അതർ ടൈംസ്. അപ്പോൾ ബാക്കി നമുക്ക് എത്ര വേണം? ഒരു കുട്ടിയുടെ കേസ് ആകുമ്പോൾ ഇത്രയും വേണമല്ലേ? 750 നമുക്ക് ഉച്ചയ്ക്ക് കിട്ടുന്നുള്ളൂ. ബാക്കി നമ്മൾ ഏതൊക്കെ ഫുഡ് ഐറ്റം കിട്ടുന്ന നോക്കിയിട്ട് അതിനനുസരിച്ച് നമ്മുടെ ഫുഡ് ചാർട്ട് ഉണ്ടാക്കണം. ക്യാൻ യു സജസ്റ്റ് ലെസ് എക്സ്പെൻസീവ് ആൻഡ് ന്യൂട്രീഷ്യസ് ഡിഷസ് ടു ഇംപ്രൂവ് ദ noon meal? അപ്പോൾ ഈ noon meal നമുക്ക് ഉൾപ്പെടുത്താവുന്ന ന്യൂട്രീഷ്യസ് ഡിഷസ് ഏതൊക്കെയാണ്? അത് ലെസ് എക്സ്പെൻസീവ് ആയിരിക്കണം, അധികം പൈസ ചിലവാവാതെ കോസ്റ്റ് ഫ്രണ്ട്ലി ആയിട്ട് എങ്ങനെ ഉൾപ്പെടുത്താം എന്ന് ചോദിച്ചിട്ടുണ്ട്. നമുക്കതിൽ ബ്രൗൺ റൈസ്, വെജിറ്റബിൾസ്, യോഗട്ട്, എഗ്ഗ് ഇതെല്ലാം ഇൻക്ലൂഡ് ചെയ്യാം. ഓക്കെ, ഇനി ടു പ്രിവെൻറ്റ് ലോസ് ഓഫ് ന്യൂട്രിയൻസ് ആണ്. വാട്ട് ആർ ദ പോസിബിലിറ്റീസ് ഫോർ ദ ലോസ് ഓഫ് ന്യൂട്രിയൻസ് വൈൽ കുക്കിംഗ്? നമ്മൾ ഭക്ഷണം പാചകം ചെയ്യുമ്പോൾ ഒരുപാട് ന്യൂട്രിയൻസ് നഷ്ടപ്പെടുന്നുണ്ട് ആ ഫുഡ് ഐറ്റത്തിൽ നിന്ന്. അപ്പോൾ അത് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇപ്പം നമ്മൾ ഫസ്റ്റത്തെ വാഷിംഗ് വെജിറ്റബിൾസ് ആഫ്റ്റർ കട്ടിങ് ദം. നമ്മൾ കട്ട് ചെയ്തതിന് ശേഷം വെജിറ്റബിൾസ് വാഷ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുന്നുണ്ട്? ഇതുപോലെ നഷ്ടപ്പെടും, അതിൻ്റെ ന്യൂട്രിയൻ കണ്ടന്റ് നഷ്ടപ്പെടും. പിന്നെ ഏതൊക്കെ സാഹചര്യത്തിലാണ് നഷ്ടപ്പെടുക? ഹൈ ഹീറ്റ് ആൻഡ് ഓവർ കുക്കിംഗ്. ഒരുപാട് തീയിൽ നമ്മൾ ചില ഫുഡ് കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ, ഓവർ കുക്ക് ചെയ്ത് കഴിഞ്ഞാലും അതിൻ്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടും. എക്സസീവ് പീലിംഗ് ഓഫ് വെജിറ്റബിൾസ് ആൻഡ് ഫ്രൂട്ട്സ് ക്യാൻ ലെഡ് ടു ലോസ്. തൊലി ഒരുപാട് കളയുകയാണെങ്കിൽ, ഫ്രൂട്ട്സിൻ്റെയും വെജിറ്റബിൾസിൻ്റെയും തൊലി ഒരുപാട് പീൽ ചെയ്ത് കളഞ്ഞാലും അതിൻ്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടും. കുക്കിംഗ് വിത്ത് ഓൾഡ് ഓർ റിഫൈൻഡ് ഓയിൽസ്. പഴകിയതായിട്ടുള്ള ഓയിലുകൾ, റിഫൈൻഡ് ആയിട്ടുള്ള ഓയിലുകൾ ഉപയോഗിച്ചാലും അതിൻ്റെ ന്യൂട്രിയൻസ് നഷ്ടപ്പെടും.
നഷ്ടപ്പെടും. ഓക്കെ, ഡിഡ് യു അണ്ടർസ്റ്റാൻഡ് വൈ ഇറ്റ് ഈസ് സെഡ് ദാറ്റ് ഫ്രൂട്ട്സ് ആൻഡ് വെജിറ്റബിൾസ് ഷുഡ് നോട്ട് ബി വാഷ്ഡ് ആഫ്റ്റർ കട്ടിംഗ് ദം? ഇപ്പം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കട്ട് ചെയ്തതിന് ശേഷം ഒരിക്കലും ഫ്രൂട്ട്സും വെജിറ്റബിളും കഴുകരുത് എന്ന് പറയുന്നത് എന്തുകൊണ്ടാണെന്ന്. ഓക്കെ, then ഇവിടെ ലാസ്റ്റ്, haven't you understood the need to eat nutritious food for growing up healthy? ന്യൂട്രീഷ്യസ് ഫുഡ് എന്തിനാ കഴിക്കണേ എന്നുള്ളത് നിങ്ങൾക്ക് ഇപ്പോൾ മനസ്സിലായില്ലേ? ന്യൂട്രീഷ്യസ് ഫുഡ് ഇസ് നോട്ട് ഓൺലി ഫോർ എസെൻഷ്യൽ ഫോർ ഹെൽത്ത് ബട്ട് ഇറ്റ് ഈസ് ഓൾസോ അവർ റൈറ്റ്. ഈ ന്യൂട്രീഷ്യസ് ഫുഡ് എന്ന് പറയുന്നത് നമ്മുടെ ഹെൽത്തിന് മാത്രമല്ല നമ്മുടെ അവകാശമാണ് പോഷകാഹാരം കഴിക്കുക എന്നുള്ളത് കേട്ടോ. നെക്സ്റ്റ് നമുക്ക് ലെറ്റേഴ്സ് ആൻസേഴ്സിലെ ക്വസ്റ്റ്യൻ ആൻസേഴ്സിലേക്ക് കടക്കാം. ന്യൂട്രിയൻസ് ആൻഡ് ഫുഡ് ഐറ്റംസ് വിച്ച് കണ്ടെയ്ൻ ദം ഇൻ പ്ലെൻറ്റി ആർ ഗിവൺ ബിലോ. നമുക്കിവിടെ ന്യൂട്രിയൻസ് തന്നിട്ടുണ്ട്, ഫുഡ് ഐറ്റംസും തന്നിട്ടുണ്ട്, നമ്മളിത് മാച്ച് ചെയ്യണം കേട്ടോ. കാർബോഹൈഡ്രേറ്റ് കിട്ടുന്നത് സീരിയൽസ്, ധാന്യങ്ങൾ. മിനറൽസ് ആണെങ്കിൽ ലീഫി വെജിറ്റബിൾസ്. ഫാറ്റ് ആണെങ്കിൽ ഓയിൽസ്. പ്രോട്ടീൻ ആണെങ്കിൽ പൾസസ്, എഗ്. വിച്ച് ഇസ് ദ ഹെൽത്ത് ഇഷ്യൂ ഫേസ്ഡ് ബൈ എ പേഴ്സൺ ഹു ഡസൻ ഈറ്റ് ഫുഡ് കണ്ടെയ്നിങ് അയോഡിൻ? അയോഡിൻ കഴിക്കാതിരിക്കുന്ന ഒരാൾക്ക് വരുന്ന അസുഖം എന്തായിരിക്കും? ഗോയിറ്റർ ആണ് കേട്ടോ. Our body can't digest fiber. If so, why is it said that we should eat food items which contain fiber? നമ്മുടെ ശരീരത്തിന് ഫൈബർ അടങ്ങിയ ഫുഡ് ഐറ്റംസ് ദഹിപ്പിക്കാൻ, ഡൈജസ്റ്റ് ചെയ്യാനുള്ള കഴിവില്ല. പിന്നെയും എന്തുകൊണ്ടാണ് നമ്മൾ ഫൈബർ അടങ്ങിയ ഫുഡ് കഴിക്കണമെന്ന് പറയുന്നത്? Fibers are the cellulose obtained from plant-based food which can't be digested by our body. നമ്മുടെ ശരീരത്തിന് അതിനെ ഡൈജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. Fibers are not nutrient components. Nutrient components അല്ല. However, fibers facilitate digestion and digestion of feces through the large intestine. Cereals with bran, leafy vegetables, banana stem, banana flower, etc. contain fibers in abundance. ഇതാണ് ഇതിൻ്റെ ആൻസർ. നമ്മൾ നേരത്തെ ഇത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. Which nutrient is required for the health of teeth? From which food items do we get this nutrient? പല്ലിൻ്റെ ആരോഗ്യത്തിന് ഏത് ന്യൂട്രിയൻ്റ് ആണ് വേണ്ടത്? ഏത് ഫുഡിൽ നിന്നാണ് നമുക്കത് ലഭിക്കുക? മിനറൽസ് ആർ റിക്വയർഡ് ഫോർ ദ ഹെൽത്ത് ഓഫ് ടീത്ത്. ടീത്തിന് മിനറൽസ് ആവശ്യമാണ്. കാൽഷ്യം ഈസ് ദ കീ ന്യൂട്രിയൻ ഫോർ സ്ട്രോങ് ടീത്ത്. ഏതാണ്? കാൽഷ്യമാണ്. These minerals are found in various foods including dairy products like cheese, milk and yogurt as well as leafy green vegetables and almonds. അപ്പോൾ ഈ പറയുന്ന ഫുഡ് ഐറ്റത്തിൽ നിന്നൊക്കെ നമുക്ക് ഈസി ആയിട്ട് എന്ത് കിട്ടും? കാൽഷ്യം ലഭിക്കും. The teacher gave me an iron tablet today but I didn't eat it. Do you agree with Aruna? Why? അപ്പോൾ അരുണയ്ക്ക് ടീച്ചർ വരെ അയൺ ടാബ്ലറ്റ് കൊടുത്തു, പക്ഷെ അവളത് കഴിച്ചില്ല. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ എന്നാണ് ക്വസ്റ്റ്യൻ. No, I don't agree with Aruna. She should eat iron tablet. അവൾ എന്ത് ചെയ്യണമായിരുന്നു? അയൺ ടാബ്ലറ്റ് കഴിക്കണമായിരുന്നു. എന്തിനാണ് അയൺ ടാബ്ലറ്റ് കഴിക്കുന്നത്? അയൺ ടാബ്ലറ്റ് പ്രിവെൻസ് അനീമിയ, വിളർച്ച തടയും. Vitamins and minerals are required by our body in lesser quantities. Hence, it is enough to include small quantities of food items which contain them in our diet. This is a child's opinion. Do you agree with this? Why? അപ്പോൾ നമ്മുടെ ശരീരത്തിന് വൈറ്റമിൻസും മിനറൽസും വളരെ കുറച്ച് അളവിൽ മതി എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. ഇതൊരു കുട്ടിയുടെ ഒപ്പീനിയൻ ആണ് കേട്ടോ. ഫുഡ് ഐറ്റത്തിൽ വളരെ കുറച്ച് ക്വാണ്ടിറ്റി ഇത് ഇൻക്ലൂഡ് ചെയ്താൽ മതി എന്നുള്ളത്. നിങ്ങൾ ഇതിനോട് യോജിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ എന്തുകൊണ്ട്, ഇല്ലെങ്കിലും എന്തുകൊണ്ടെന്ന് എഴുതണം. I agree with this opinion. Vitamins and minerals are required by the body in small quantities only. However, if they are not available to the body in the required quantity, deficiency diseases are bound to manifest. അപ്പോൾ ഇത് രണ്ടും ശരീരത്തിന് കുറച്ച് മതിയെങ്കിലും പക്ഷേ ഇത് നമ്മുടെ ശരീരത്തിൽ വേണം. ഇത് കുറച്ചാണെങ്കിൽ കുറച്ച് അത് കറക്റ്റ് എമൗണ്ടിൽ കിട്ടിക്കൊണ്ടിരിക്കണം. കിട്ടിയില്ലെങ്കിൽ നമുക്ക് പല രീതിയിലുള്ള അതിൻ്റെ ഡെഫിഷ്യൻസി ഡിസീസസ് വരും. അപ്പോൾ ഇത്രയാണ് നമ്മുടെ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസേഴ്സ് വരുന്നത്. ഇനി ഇവിടെ കുറച്ച് എക്സ്റ്റെൻഡഡ് ആക്ടിവിറ്റീസ് തന്നിട്ടുണ്ട്, അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ദെൻ ക്വസ്റ്റ്യൻ ആൻസേഴ്സ് എല്ലാം കംപ്ലീറ്റ് ആണ്. അപ്പോൾ നമ്മുടെ ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ക്ലാസ്സുകൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ആ ബെൽ ബട്ടൺ ഒന്ന് ഇനാബിൾ ചെയ്യുക. താങ്ക് യു.